ഹലോ വ്യൂവേഴ്സ്, വൃഷഭ ലാലേട്ടന്റെ പാൻ ഇന്ത്യൻ മൂവിയുടെ ടീസർ ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ റിലീസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ലോഞ്ച് ആയിരിക്കുന്ന ടീസറിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറയുവാണെങ്കിൽ എനിക്ക് മൂവിയെ കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല. 0% ഹോപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ മൂവി ഇപ്പോൾ ഈ ടീസർ കാണാൻ പോകുന്നത്. കാരണം അറിയാലോ, ലാലേട്ടൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന അതർ ലാംഗ്വേജ് മൂവീസ്, മലയാളം മൂവീസ് അല്ല, അതർ ലാംഗ്വേജ് മൂവീസൊക്കെ വളരെ നിരാശ ഉള്ളതാണ്. പിന്നെ പുള്ളി മെയിൻ റോളല്ല ചെയ്തിരിക്കുന്നത്, ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ അതിനൊന്നും വലിയ കാര്യമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ജയിലർ ചെയ്തതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗുസ്ബംസ് കിട്ടിയിരുന്നു പുള്ളിയുടെ അടുത്ത് ജയിലറിൽ നിന്ന്. പക്ഷേ ഈ പറയുന്ന പോലെ എന്താ പറയണ്ടേ, ഇപ്പൊ ലാസ്റ്റ് വന്ന കണ്ണപ്പയൊക്കെ കണ്ടിട്ട് നമ്മൾ കോരിത്തിരിക്കുന്നതിന് പകരം മൂടിപ്പോച്ചിരിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 3-4 ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ക്രൂ, ഈ സിനിമയുടെ ക്രൂ ഒരു പോസ്റ്റർ, ക്യാരക്ടർ പോസ്റ്റർ പങ്കുവച്ചിരുന്നു ലാലേട്ടന്റെ. അപ്പം അത് കണ്ട ശേഷം എനിക്ക് ചെറിയൊരു പ്രതീക്ഷകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനത് ഫുൾ ഹോപ്പ് വെച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കണ്ണപ്പ കണ്ടതോടെ എനിക്ക് മതിയായി. പക്ഷെ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മലയാളം ഇൻഡസ്ട്രി പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഓളം, ആ ഒരു ട്രെൻഡിങ് വേറെ ആരെ കൊണ്ടും തൊടാൻ പറ്റില്ല. പിന്നെ ആ ഇൻഡസ്ട്രി ഹിറ്റ് അതിപ്പോൾ മിക്കവാറും ലോക ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ റെക്കോർഡും ഇനി ഒരാൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലാലേട്ടൻ മാത്രമേ മലയാളത്തിൽ നിന്നുള്ളൂ. പുള്ളി റെക്കോർഡ് ഉണ്ടാക്കും, പുള്ളി ബ്രേക്ക് ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മറ്റൊരാൾ വന്ന് ലോകം വന്ന് ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്കും ലാലേട്ടൻ്റെ നല്ലൊരു മൂവി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. പക്ഷെ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ആ കളക്ഷൻ 100 കോടി ലോക കളക്ട് ചെയ്യോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വേൾഡ് വൈഡ് നോക്കുമ്പോൾ ചിലപ്പോൾ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന വൃഷഭയെ കുറിച്ചാണ്. അപ്പോൾ വൃഷഭയുടെ ടീസർ ഞാൻ ഇതുവരെ കണ്ടില്ല. അതിന്റെ റെസ്പോൺസ് ചെയ്യാൻ നോക്കിയില്ല, കമന്റ് നോക്കിയില്ല, ഒന്നും നോക്കിയിട്ടില്ല. കാരണം ഈ ടീസർ കണ്ടിട്ട് ഡയറക്റ്റ് ഈ വീഡിയോയിൽ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ജയിലർ എന്നൊരു സിനിമയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. ജയിലർ അങ്ങേര് പോയി അവിടെ ലാലേട്ടൻ ഉണ്ടാക്കി വെച്ചോളം, അവിടെയും ഇവിടെ ഉണ്ടാക്കി വെച്ചോളം ഒക്കെ നമ്മുടെ കണ്ടാണ്. അത് വേറെ മാസ് ഐറ്റം. അതല്ലാണ്ട് കുറച്ച് സിനിമകളിലൊക്കെ പോയി തല വെച്ചിരുന്നു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട്. അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഈ വൃഷഭ എന്ന് പറയുന്ന മൂവി തന്നെ ഒരു മലയാളി ഡയറക്ടറൊന്നും ഡയറക്റ്റ് ചെയ്യുന്ന പടമല്ല. മലയാളി ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. തെലുങ്കിൽ നിന്നുള്ളൊരു പടമാണ്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് നന്ദകിഷോറാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശോഭ കപൂർ, എക്ത കപൂർ, വലിയ ബ്രാൻഡാണ് കേട്ടോ. അതുപോലെ നന്ദകിഷോർ തന്നെയാണ് ഈ മൂവിയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ലാലേട്ടൻ, അതുപോലെ പത്മകുമാർ, വരുൺ മത്തൂർ, സുഭാഷ് മിശ്ര എന്നിവർ ചേർന്നിട്ടാണ്, ലാലേട്ടൻ നല്ല ആന്റണി പെരുമ്പാവൂർ ഒക്കെ ചേർന്നിട്ടാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ആന്റണി സംസൺ ആണ് ചെയ്യുന്നത്. എഡിറ്റഡ് ബൈ KM പ്രകാശ് ആണ് ചെയ്യുന്നത്. മ്യൂസിക് ബൈ സാം CS അവരൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് ആണ് കേരളത്തിൽ. ഒക്ടോബർ 16 മൂവി റിലീസിന് വരുന്നത്. ഏകദേശം നമ്മുടെ ദീപാവലിയോട് അനുബന്ധിച്ചാണ് വരുന്നത്. തെലുങ്ക്, മലയാളം എന്നീ മെയിൻ ലാംഗ്വേജിൽ സിനിമ ഇറങ്ങുന്നുണ്ട്. ബാക്കിയുള്ള ലാംഗ്വേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടീസറിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാ ടീസർ എത്തിക്കഴിഞ്ഞു. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാലാജി AVS സംഭവം കൊള്ളാലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കാന്ന് തോന്നല്ലോ. CGI ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. VFX കൊള്ളാം. നല്ല വർക്കാന്ന് തോന്നുന്നു കേട്ടോ. ആട്ടാ മോനെ, ഓഹോ വൃഷഭ, നന്ദകിഷോർ. 5 minutes. 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 5 min
ഹായ്. ദിവാലി അപ്പൊ ഒക്ടോബറിലാണ് കേട്ടോ റിലീസ്. ലാലേട്ടന്റെ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റത്തെ റിലീസാണെന്ന് തോന്നുന്നു. ലാസ്റ്റത്തെ ദൃശ്യം ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ടീസറിനെ കുറിച്ച് പറയാം. ടീസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീസർ അടിപൊളിയായിട്ടുണ്ട്. ടീസർ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. ഞാൻ എന്താ പറയണ്ടേ, ബറോസ് ലെവൽ അല്ലെങ്കിൽ ഒരു കണ്ണപ്പ ലെവൽ ടീസറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മള് എന്താ പറയണ്ടേ, ഊണ് പ്രതീക്ഷിച്ച് പോയവന് ബിരിയാണി കിട്ടി എന്നുള്ളൊരു അവസ്ഥയാണ് സംഭവം. ടീസർ വരെ ഓക്കെയാണ് കേട്ടോ. സിനിമ അറിയില്ല ഇനിയിപ്പോൾ എങ്ങനെ വരുമെന്ന്. കാരണം നമ്മൾ ടീസറും ട്രെയിലറും ഒക്കെ ചെയ്യുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പോർഷൻസ് ആയിരിക്കും ആഡ് ചെയ്യുക. അങ്ങനെയാണ് ട്രെയിലർ ടീസറൊക്കെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇമ്പാക്റ്റ് കയറ്റിയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹൈപ്പ് കൂട്ടുന്നത്. അപ്പം ഇത് കണ്ടതിൽ വെച്ച് സംഭവം സെറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ വരുവാണെങ്കിൽ ലാലേട്ടനൊരു ഇൻഡസ്ട്രി ഹിറ്റൂടെ അടിക്കും. വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റൂടെ. പുള്ളി ഓൾറെഡി ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു മാജിക് കൂടെ പ്രതീക്ഷിക്കാം. ഉറപ്പില്ല, കാരണം ഇതൊരു അതർ ലാംഗ്വേജ് മൂവി ആയതുകൊണ്ടാണ് ആ ഉറപ്പില്ലാത്തത്. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ഈ തെലുങ്ക് മൂവിയിൽ തെലുങ്ക് പ്ലസ് മലയാളമാണ് കേട്ടോ മൂവി വരുന്നത്. ഒക്ടോബർ 20 15 റിലീസ് വരുന്നത്. ഒക്ടോബറിലാണ് ദീപാവലിയോടനുബന്ധിച്ച് റിലീസ് വരുന്നത്. നന്ദകിഷോറിന്റെ പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല പടങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടം അത്യാവശ്യം ഫ്ലോപ്പാണ്. പക്ഷെ നല്ല പടങ്ങൾ ചെയ്ത ഒരു ഡയറക്ടറൂടെയാണ്. പുള്ളിയിലൊരു വിശ്വാസമുണ്ട്. പിന്നെ നമുക്കതൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ടീസർ വൈസ് നോക്കുകയാണെങ്കിൽ ടീസർ നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. VFX CG വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. ലോക്കൽ നിലവാരത്തിലോട്ട് പോയിട്ടില്ല. ബറോസിലുള്ള ഒരു ഗ്രാഫിക്സിന്റെ തകർച്ച ഒന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, സിനിമ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഈ ചരിത്രപരമായ സിനിമകൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ണപ്പ നമ്മൾ വന്നപ്പോൾ കണ്ടാണ്. കണ്ണപ്പ വന്ന് ദയനീയ പരാജയം. ലാലേട്ടന്റെ പോർഷൻ അത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ആ പടം ടോട്ടലി ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. ഈ കൊല്ലം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ളൊരു പടം കൂടെയായിരുന്നു ഈ കണ്ണപ്പ എന്ന് പറയുന്നത്. പക്ഷെ വൃഷഭയിലേക്ക് വരുമ്പോൾ വൃഷഭ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത, എന്തെങ്കിലുമൊക്കെ ഒരു ബിരിയാണി വിളമ്പാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഹൈപ്പൊന്നും വെക്കുന്നില്ല. ഫസ്റ്റ് വന്ന ക്യാരക്ടർ പോസ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ടീസറിലോട്ട് വരുമ്പോൾ ടീസറും അത്യാവശ്യം പേഴ്സണലി എൻ്റെ പ്രതീക്ഷയ്ക്ക് ഡബിൾ മടങ്ങായിട്ടുള്ള ഒരു ടീസറാണ് വൃഷഭയുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മേ ബി ഇനി ട്രെയിലർ വരുമായിരിക്കും. ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പിക്ചർ വ്യക്തമാകും. പിന്നെ സിനിമ ഒക്ടോബർ, ഇനിയിപ്പോൾ ഒരു മാസത്തോടെ അടുത്തേ ഉള്ളൂ സിനിമ റിലീസിന്. ഇതും കൂടെ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ വേറെ ലെവലൊന്നും പറയേണ്ട കാര്യമില്ല. ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മാർജിൻ അങ്ങ് എത്തും. മലയാളത്തിൽ ഓൾറെഡി അദ്ദേഹം ഒരു 600 കോടിയോളം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എമ്പുരാന്, തുടരും, അതുപോലെ ഹൃദയപൂർവ്വം കൂടെ ഏകദേശം 600 കോടിക്ക് മേലെ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൂടെ ഒന്ന് ഹിറ്റ് അടിച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് തെലുങ്ക് അതുപോലെ തന്നെ മലയാളമാണ് റിലീസ്, വേറെ ലാംഗ്വേജ് ഇതിനകത്ത് കാണുന്നില്ല ഞാൻ. ഇപ്പൊ ഈ പടം ഹിറ്റ് ആണെങ്കിൽ അറിയാലോ, ഒരു 400 കോടി കൂടി അടിച്ചാൽ പടം ചെന്ന് നിൽക്കുന്ന 1000 കോടിയിലോട്ടായിരിക്കും. ഈ വർഷത്തെ ടോട്ടൽ ഓവറോൾ കളക്ഷൻ 1000 കോടിയിലെത്തും. ഈ പടം ഒരു 400 കോടിയും കൂടെ കളക്ട് ചെയ്ത തിയേറ്ററിൽ നിന്ന് മോഹൻലാൽ സിനിമകൾ ഈ വർഷം 1000 കോടി ടോട്ടൽ കളക്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് വേറൊരു ആക്ടർക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണിത്. പടം ഫ്ലോപ്പായാൽ ഫ്ലോപ്പായതാണ്. ഈ ലാലേട്ടൻ്റെ പടത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഫ്ലോപ്പായാൽ അതൊരു അട്ടർ ഫ്ലോപ്പായിരിക്കും, ഹിറ്റായാൽ അതൊരു ബമ്പർ ഹിറ്റും ആയിരിക്കും. അതാണ് പുള്ളിയുടെ ഒരു പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങാനും ഈ പടം ഹിറ്റായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അവിടെ തെലുങ്കിലും ഹിറ്റാവും, അതുപോലെ തന്നെ കേരളത്തിലും വൻ സ്വീകാര്യതയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതിന്റെ ത്രെഡ് എന്ന് പറയുന്നതും പലയിടത്തും ഞാൻ കണ്ടു. കഴിഞ്ഞ ജന്മത്തിൽ ശത്രുവായിരുന്ന 2 പേര് ഈ ജന്മത്തിൽ
ഈ പറയുന്ന പോലെ അച്ഛനും മകനുമായി ജനിക്കുന്നു എന്ന ത്രെഡാണെന്ന് ഈ പറയുന്ന പോലെ അവരുടെ സെൻസർ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ആ ഒരു ത്രെഡ്, സിനിമയുടെ ഒരു ത്രെഡും ഒക്കെ അങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും അത് വലിയ വൈറലായിട്ടുണ്ട്. അപ്പോൾ അത് കൺസെപ്റ്റ് തന്നെ നല്ലൊരു കൺസെപ്റ്റാണ്. ബാക്കി സിനിമ വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പം എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്. അമിതമായി ഞാൻ ഒരു പ്രതീക്ഷ വെക്കുന്നില്ല. എന്തായാലും നമുക്ക് ഒക്ടോബർ വരെ കാത്തിരിക്കാം. ഋഷഭ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം.